അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 146 സങ്കീർത്തനം 8 വാക്യത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് വായിക്കാം. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യെശയ്യാപ്രവചനം 42 അധ്യായം 6 വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് കുരുട്ട് കണ്ണുകളെ തുറപ്പാനും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 26 അധ്യായം 18 വാക്യത്തിൻ്റെ മധ്യഭാഗത്തിൽ അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9 അധ്യായം 1 മുതൽ 41 വരെയുള്ള ഭാഗങ്ങളിൽ യേശു ഒരു പിറവി കുരുടനെ കാഴ്ച ഉള്ളവനാക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9 അധ്യായം 39 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടർ ആകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. അവനോട് കൂടെയുള്ള ചില പരീശന്മാർ ഇത് കേട്ടിട്ട് ഞങ്ങളും കുരുടരോ എന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങൾ കുരുടർ ആയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപം ഇല്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നുവെന്ന് പറഞ്ഞു. പതിവ് പോലെ അന്നും ഭിക്ഷക്കാരനായ പിറവിക്കുരുടനെ ഒരു പ്രത്യേക സ്ഥലത്ത് അവൻ്റെ മാതാപിതാക്കളോ മറ്റേതെങ്കിലും വ്യക്തികളോ ഭിക്ഷ യാചിക്കുവാനായി കൊണ്ട് ഇരുത്തി. ഈ ഭിക്ഷക്കാരൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലായിരുന്നു. ഈ സമയത്താണ് യേശുവും ശിഷ്യന്മാരും അവിടെ എത്തുന്നത്. ഭിക്ഷക്കാരൻ്റെ പേര് എഴുതിയിട്ടില്ല. ബൈബിളിൽ അവൻ്റെ പേര് പിറവിക്കുരുടൻ എന്നാണ്. അവനെക്കുറിച്ച് ചില കാര്യങ്ങൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്. ഇവൻ കുരുടൻ ആയി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ? ഒരു കാര്യത്തിൽ ശിഷ്യന്മാർക്ക് ഉറപ്പുണ്ട്, ഇവൻ കുരുടനായി ജനിച്ചതിനാൽ ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ട് എന്ന്. എന്നാൽ യേശു കാഴ്ചപ്രകാരം വിധിക്കാതെ നീതിയുള്ള വിധി വിധിക്കുന്നവനാകയാൽ അവൻ പറഞ്ഞു, ഇവനാകട്ടെ ഇവൻ്റെ അമ്മയപ്പന്മാരാകട്ടെ പാപം ചെയ്തിട്ടില്ല. ദൈവപ്രവൃത്തി ഇവനിൽ വെളിപ്പെടേണ്ടതിനത്ര ഇവൻ കുരുടനായി പിറന്നത്. അതേ ഉദ്ദേശം 18 വയസ്സുവരെ തെരുവിലിരുന്ന് കണ്ണില്ലാത്തവനായി ഭിക്ഷ യാചിക്കേണ്ടി വന്നത് ദൈവപ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനായിരുന്നു എന്ന് യേശു വെളിപ്പെടുത്തി. യേശു പറഞ്ഞ കാര്യം സത്യം തന്നെയായിരുന്നു എന്ന് പിന്നത്തേതിൽ താൻ സൗഖ്യമുള്ളവനായി തീർന്നിട്ട് അവൻ യഹൂദന്മാരോട് പറയുന്ന വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവൻ പറയുകയാണ്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 9 അധ്യായം 30 വാക്യത്തിൽ, എൻ്റെ കണ്ണു തുറന്നിട്ടും അവൻ എവിടെ നിന്നെന്ന് നിങ്ങളറിയാത്തത് ആശ്ചര്യം. അവൻ തുടരുകയാണ്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും നാം അറിയുന്നു. കുരുടനായി പിറന്നവൻ്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായതു മുതൽ കേട്ടിട്ടില്ല. ദൈവത്തിൻ്റെ അടുക്കിൽ നിന്നും വന്നവനല്ലെങ്കിൽ അവനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9 അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. യേശുവിനെക്കുറിച്ച് കുരുടനായിരുന്ന വ്യക്തി പറഞ്ഞ കാര്യങ്ങളാണ് നാം കേട്ടത്. താനിത് പറഞ്ഞത് യഹൂദന്മാരോടാണെന്ന് നാം ഓർക്കണം. ഇവൻ്റെ അമ്മയപ്പന്മാർ യഹൂദന്മാരെ പേടിച്ചിരിക്കുകയാണ്. കുരുടനായിരുന്നവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ യഹൂദന്മാർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9 അധ്യായം 34 വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം കേട്ടുകൊണ്ടിരുന്നത് യേശുവിന് മനുഷ്യൻ്റെ കണ്ണിന് കാഴ്ച കൊടുക്കുവാൻ കഴിയും എന്നാണ്. തന്നെയുമല്ല, യേശു പറയുകയാണ് പിറവിക്കുരുടന് പാപമില്ല എന്ന്. യഹൂദന്മാർ പറയുകയാണ് കുരുടനായിരുന്നവൻ മുഴുവനും പാപത്തിൽ പിറന്നവൻ എന്ന്. ലോകം നമ്മെ കുറ്റക്കാരനാണെന്ന് വിധിച്ചാലും നമ്മെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. മറ്റുള്ളവർ ക്ലേശം വരുത്തുവാനും നാം എപ്പോഴും പ്രതിസന്ധിയിൽ ജീവിക്കുന്നത് കാണുവാനും ആഗ്രഹിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, യേശു ആഗ്രഹിക്കുന്നത് നമുക്കൊരു നല്ല ഭാവി ഉണ്ടാകുവാനും നാം മറ്റുള്ളവരാൽ മാനിക്കപ്പെടുവാനുമാണ്. ആകയാൽ മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാനോ മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കുവാനും ശ്രമിക്കാതെ യേശുവിനെ പോലെ ജീവിക്കുവാനും
യേശുവിന് വേണ്ടി സംസാരിക്കുവാനും നമുക്ക് ശ്രമിക്കാം. ഭൂമിയിലുള്ള കാര്യങ്ങൾ കാണുവാൻ നാം നമ്മുടെ കണ്ണുകൾ ഉപയോഗിക്കുന്നു. എന്നാൽ കാര്യങ്ങൾ വേണ്ട വിധം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ അകക്കണ്ണ് തുറക്കേണ്ടത് അത്യാവശ്യമാണ്. യേശുവിനെക്കുറിച്ച് യെശയ്യാ പ്രവചനം 42 അധ്യായം 6 വാക്യത്തിൽ കുരുട്ട് കണ്ണുകൾ തുറക്കുവാൻ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ കണ്ണ് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള കണ്ണ് ആണ്. ദൈവത്തെ തിരിച്ചറിയുന്നതിനുള്ള കണ്ണാണത്. ദൈവത്തെ തിരിച്ചറിയാതിരിക്കുവാൻ സാത്താൻ മനുഷ്യൻ്റെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു. യേശുവിൻ്റെ ആത്മാവിനല്ലാതെ ആ കുരുട്ട് കണ്ണ് തുറക്കുവാൻ കഴിയുകയില്ല. യേശുവിന് അങ്ങനെയുള്ള കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ കഴിയും. ഉദാഹരണമായി പൗലോസിന് തിരിച്ചറിവില്ലാതെ യേശുവിൻ്റെ ശിഷ്യന്മാരെ കൊന്നൊടുക്കുവാൻ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ദമസ്കോസ് പടിവാതിൽക്കൽ വെച്ചാണ് ആദ്യമായി യേശുവിനെ അവൻ്റെ തേജസ്സോടെ കാണുന്നത്. സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശമായാണ് അവൻ യേശുവിനെ കാണുന്നത്. ആ പ്രകാശം മൂലം ശൗൽ നിലത്ത് വീണു. അന്ന് ആദ്യമായി യേശു ആരാണെന്ന് പൗലോസിന് മനസ്സിലായി. പാപം ചെയ്യരുത്, തെറ്റുകൾ കൂടാതെ ജീവിക്കണം, ആരെയും ഉപദ്രവിക്കാതെ വിശുദ്ധിയിൽ ജീവിക്കണം എന്നെല്ലാമാണ് കർത്താവായ യേശു ക്രിസ്തു ഉപദേശിക്കുന്നതെങ്കിൽ ഉപദ്രവിക്കുന്നവരെ സംഹരിക്കണം എന്നാണ് മറ്റുള്ളവർ ഉപദേശിക്കുന്നത്. നീതി നടത്തുവാൻ യേശു ശ്രമിക്കുമ്പോൾ അന്യായം നടത്തുവാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നു. യേശു മനുഷ്യൻ്റെ പ്രാണനെ രക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ മനുഷ്യനെ കൊല്ലുവാൻ ആഹ്വാനം ചെയ്യുന്നു. ഓർക്കുക, നീതി മാത്രം ജയിക്കും. ഇത് മനസ്സിലാക്കുവാൻ യേശുവിൻ്റെ ആത്മാവുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. യേശു കുരുട്ട് കണ്ണുകളെ തുറക്കുന്നവനാണ്. ഭൂമിയിലുള്ള കാര്യങ്ങളെ കാണുന്ന കണ്ണും ദൈവിക വിഷയങ്ങളെ മനസ്സിലാക്കുന്ന കണ്ണും തുറക്കുവാൻ യേശുവിന് കഴിയും. ആകയാൽ തുറന്ന കണ്ണുള്ളവർ പിറവിക്കുരുടൻ പറഞ്ഞതുപോലെ യേശുവിനെ സാക്ഷിക്കണം. ഏതെങ്കിലും വ്യക്തികൾ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാതെ യേശുവിനെ അറിയാത്തവരുണ്ടെങ്കിൽ യേശുവിനോട് തുറന്ന് പ്രാർത്ഥിക്കണം. പൗലോസിനെ വെളിപ്പെടുത്തി കൊടുത്ത യേശു കർത്താവ് തന്നോട് അപേക്ഷിക്കുന്ന ഏതൊരാൾക്കും തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. അവൻ്റെ കൽപ്പനകൾ അനുസരിക്കണമെന്ന് മാത്രം. യേശുവെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയേണ്ടതിൻ്റെ കണ്ണുകൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും യേശു കർത്താവ് നമ്മുടെ കണ്ണുകൾ തുറക്കുക തന്നെ ചെയ്യും. സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. കുരുട്ട് കണ്ണുകളെ തുറക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിനെ അവനെ അനുസരിച്ചുകൊണ്ട് നമുക്ക് പിൻപറ്റാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അവരുടെ കുരുട്ട് കണ്ണുകൾ അങ്ങ് തുറന്നു കൊടുക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെപ്പോലെ ഈ ഭൂമിയിൽ തിളങ്ങുവാനും നിത്യജീവനാവകാശികളാ തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.